ബഹുമാന്യരായ 50 വർഷം വിവാഹ വാർഷികം ആചരിക്കുന്ന ജോർജ് സാറിനും അന്നമ്മ സാറിനും എല്ലാവിധ ആശംസകളും ആദ്യമായി നേരുകയാണ്. സാറും സാറിൻ്റെ കുടുംബവും എൻ്റെ കുടുംബവുമായിട്ടുള്ള ഒരു ബന്ധം അത് ഈ സമയത്ത് സ്മരിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ വല്യമ്മ സാറിൻ്റെ ഗോരിക്കുടിയിൽ ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബവും സാറിൻ്റെ കുടുംബത്തിലെ എല്ലാവരും തമ്മിൽ എല്ലാ വിധത്തിലുള്ള ആത്മബന്ധവും സ്നേഹബന്ധവും കാലാകാലങ്ങളായി തുടർന്ന് വരുന്നതാണ്. സാറും ഞാനുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഞാൻ JSUവിലും കോൺഗ്രസിലുമൊക്കെ ഉള്ള കാലഘട്ടം മുതൽ സാറ് കോൺഗ്രസിൻ്റെ അനുകൂല അധ്യാപക സംഘടനയിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ എല്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലുമുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ കാലഘട്ടം മുതൽ സാറുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. സാറിൻ്റെ കുടുംബ പശ്ചാത്തലം നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് ഫാമിലി ഒരു മുൻതൂക്കമുള്ള ആ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും ഒരു കോൺഗ്രസ് ചായ്വ് സാറിനുണ്ടായത് എങ്ങനെയാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. സാറ് ഒരു നിലപാടുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് സാർ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് കുടുംബത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായി മാറിയതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സാറിൻ്റെ പിതാവും മാതാവും എൻ്റെ പിതാവും അല്ലെങ്കിൽ മാതാവുമായി നല്ല സ്നേഹബന്ധത്തിൽ കഴിഞ്ഞുകൂടിയവരാണ്. മാതാവ് എപ്പോഴും കറ്റവാളകത്ത് നിന്ന് സമയലിയേട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ വീട്ടിൽ കയറി സംസാരിച്ച് ചായ കുടിച്ച് വർത്തമാനം പറഞ്ഞൊക്കെ പോകുന്ന ഒരു അങ്ങനെ കുടുംബബന്ധമുള്ള ഒരാളാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. അപ്പോൾ ആ വിധത്തിലൊക്കെ ഒരു ഇങ്ങനെ സാറിൻ്റെ 50 വർഷം ആചരിക്കുന്നത് വിവാഹ വാർഷികത്തിൽ ആചരിക്കുമ്പോൾ വളരെ സന്തോഷമാണുള്ളത്. അതുപോലെ തന്നെ എന്നെ പഠിച്ചറും ഞാനും അതുപോലെ തന്നെ സാറുമായിട്ടുള്ള ബന്ധത്തിലാണ് അടുപ്പമായതെങ്കിലും മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിൽ ഒരു സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു. അങ്ങനെ സാധനെ അതിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും നല്ല വിജയത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ അന്നമ്മ സാറ് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെ ഒരു ചാരിതാർത്ഥ്യം തരുന്ന സംഗതിയാണ്. എല്ലാവരുടെയും ഇവിടെ എത്തിരിക്കുന്ന ബഹുമാന്യരായ അച്ഛന്മാർ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വാളകം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം നല്ലൊരു സഹകാരിയാണ്. ഞങ്ങളുടെ സൊസൈറ്റിയിൽ ആദ്യകാലം മുതൽ 2 പേർക്ക് മെമ്പർഷിപ്പ് ഉള്ളതാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവിയിൽ ഇവിടെ ബിഷപ്പ് പറഞ്ഞതുപോലെ ഒരു സെഞ്ച്വറി ആഘോഷിക്കാൻ ഇടവരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോൺഗ്രസിൻ്റെ സ്നേഹസൂചകമായി ഷാൾ അണിയിക്കുവാണ് രണ്ടുപേരെയും. കഴിഞ്ഞ 30 വർഷത്തെ പൊതുപ്രവർത്തനത്തിൽ ജോർജ് സാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഇടവന്നിട്ടുണ്ട്. ഏറ്റവും അടുത്തുള്ള ബന്ധങ്ങളായിരുന്നു. സാധാരണ പ്രവർത്തകരൊക്കെ ആയിക്കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഞാനും ജോർജ് സാറും തമ്മിൽ ബന്ധപ്പെട്ടതിന് ശേഷം ഒരിക്കൽ പോലും
ഒരു നീരസം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞാൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റായിരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. ഞങ്ങളിവിടെ ഒരു ഓഫീസ് പണിയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ ഇപ്പോൾ അദ്ദേഹം വാളകം വാളം അഗ്രികൾച്ചർ ഇമ്പ്രൂവ്മെൻറ്റ് ബാങ്കിൻ്റെ ബോർഡ് മെമ്പറാണ്. അതിൻ്റെ പ്രസിഡൻ്റ് ഇരിപ്പുണ്ട്. അദ്ദേഹം ആശംസ അർപ്പിക്കും. ജോർജ് സാറിനെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു വ്യക്തി. അത് ആരും ഇവിടെ പറഞ്ഞില്ല. എനിക്ക് വളരെ അടുത്തറിയാവുന്നതുകൊണ്ടറിയാം. സാമ്പത്തികമല്ല, മറ്റ് പലതരത്തിലുള്ള അദ്ദേഹം ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ആ കാര്യത്തിൽ വളരെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരാൾ ഞാനാണ്. അങ്ങനെ വരുത്തിക്കൂട്ടിയ സംഭവങ്ങളുടെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ആളാണ്. ആശുപത്രിയിലാണെങ്കിൽ ഒരു പ്രാവശ്യം ആശുപത്രി വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ആശുപത്രിയിലേക്ക് പോകും. അത് സഹായിക്കാൻ മക്കളാരും അടുത്തില്ല. ഇല്ലെങ്കിൽ പോലും ഒരു മകള് ലീവെടുത്ത് വന്നിവിടെ വന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എനിക്കറിയാം. അതുകൊണ്ട് ഏതായിരുന്നാലും ഈ മക്കൾക്ക് അപ്പൻ്റെയും അമ്മയുടെയും 50-ാം വിവാഹ വാർഷികം ഒരു പൊതു വേദിയിൽ ആഘോഷിക്കണമെന്നുള്ള മക്കളുടെ ആഗ്രഹമാണ് ഇന്ന് നമ്മളെല്ലാം ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അവരുടെ ആഗ്രഹപ്രകാരം ഇവിടെ വന്നെത്തി ചടങ്ങ് വളരെ ഭംഗിയായി നടന്നു. ദൈവം തമ്പുരാൻ ഇനിയും ഒരിക്കൽ കൂടി ഇതുപോലൊരു സാഹചര്യം ഉണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ 50-ാം വാർഷികം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് സാറിനും അതുപോലെ തന്നെ അന്നമ്മ ടീച്ചറിനും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. സാറ് ഷാൾ അണിയിക്കുന്നതാണ്. മമ്മി ഇത്രയും സ്നേഹം നിറഞ്ഞ ജോർജ് സാറിൻ്റെയും അന്നമ്മ ടീച്ചറുടെയും 50-ാം വിവാഹ വാർഷികം ആഘോഷിക്കുക അതൊരു മഹത്തരമായ ചടങ്ങാണ്. കാരണം ഇതെല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ല, അവർ ദൈവ കൃപയാണ്. അങ്ങനെ കൃപ ലഭിച്ചവർക്ക് ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ് ഇപ്പോൾ ഇവർ ആസ്വദിക്കുന്നത്. 50 വർഷക്കാലം സന്തോഷത്തോടും സ്നേഹത്തോടും ഐക്യത്തോടും കൂടിയൊക്കെ ഒരു കുടുംബജീവിതം നയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ള കാര്യം ആരും സംശയമില്ല. അത് സാധിക്കണമെങ്കിൽ വചനം പറയുന്നത് ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവെളുതൈകൾ പോലെ ഇരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അതാണ് ഭാഗ്യകരമായ അവസ്ഥാവിശേഷം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഭാഗ്യാവസ്ഥയിലാണെന്ന് അന്നമ്മ ടീച്ചറും ജോസാറും എത്തിച്ചേർന്നിട്ടുള്ളതും നമുക്ക് ഇവിടെ കൂടി ഒരാളായ ഈ മുഹൂർത്തം സംജാതമായിട്ടുള്ളതും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കുറേയേറെ കാര്യങ്ങളൊക്കെ നേടി, കുറേ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി, കുറേ പണമൊക്കെ സമ്പാദിച്ച് സ്ഥാനമാനങ്ങളൊക്കെ നേടി എന്നുള്ളത് കൊണ്ടൊന്നും ഈ ലോക ജീവിതം സന്തോഷകരമോ സമാധാനപരമാകുകയില്ല. ഇവിടെ ഭാര്യ വീടിനകത്ത് എപ്രകാരം മുന്തിരിവള്ളിയായി പരിലസിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ആ കുടുംബത്തിൻ്റെ ബന്ധങ്ങളും ആ കുടുംബത്തിൻ്റെ സന്തോഷവും ആ കുടുംബത്തിൻ്റെ സമാധാനമൊക്കെ. അത് കൈവരിക്കുവാനായിട്ട് ജോർജ് സാറിനേക്കാൾ ഉപരിയായിട്ട് അന്നമ്മ ടീച്ചറുടെ ആ വ്യക്തിപരമായ കഴിവും പ്രവർത്തനവും ശൈലിയും ഇടപെടലുമൊക്കെ ഈ കുടുംബജീവിതത്തിന് സന്തോഷകരമാക്കുവാനായിട്ട് ഏറെ പ്രദാനം ചെയ്തിട്ടുണ്ട്. ജോർജ് സാറിന് എനിക്ക് വളരെ കാലങ്ങൾക്ക് മുമ്പ് അറിയാം. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. പല രംഗങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കർഷക കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായും അതുപോലെ തന്നെ KSSP അതായത് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയായും മറ്റ് പല രംഗങ്ങളിലുമൊക്കെ വളരെ സമൃദ്ധമായ നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അന്നമ്മ ടീച്ചറും പൊതുരംഗത്തേക്ക് കടന്നു വന്ന് വാളകം മിൽക്ക് സൊസൈറ്റിയിലും അതുപോലെ കാർഷിക വികസന ബാങ്കിലൊക്കെ കമ്മിറ്റി സ്ഥാനം എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയി രണ്ടുപേരും പൊതുരംഗത്ത് പ്രവർത്തിക്കുകയാണ്.
ജോർജ് സാറ് വാളകം അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആദ്യകാല സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ബോർഡ് മെമ്പറായിട്ട് ഏതാണ്ട് 11 വർഷക്കാലമായി എന്നോടൊത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഇവരുടെ മക്കളും കുടുംബാംഗങ്ങളൊക്കെ സന്തോഷകരമായ നിലയിൽ ഇന്ന് 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഒപ്പയെ വേദിയിലിരുത്തി ആഘോഷിക്കുന്ന ആ ഒരു മുഹൂർത്തം സംജാതമാക്കിയിട്ടുള്ളതായ നന്ദിയും സ്നേഹവും ഞാനും എൻ്റെ പ്രസ്ഥാനവും നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഈ 50 വർഷക്കാലം വളരെ സന്തോഷത്തോടെ, വളരെ സമാധാനത്തോടെ, വളരെ സ്നേഹത്തോടെ കുടുംബ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയായ ദൈവത്തെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ടും ഇവരുടെ ഭാവി ജീവിതം വളരെ കാലം സാറിനൊന്നും കാര്യം ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളെങ്കിലും ആരോഗ്യകരമായിട്ട് ഇതിൻ്റെ കുഴപ്പമൊന്നുമില്ല. ബിഷപ്പ് പറഞ്ഞു എന്ന് ഞാൻ കേട്ടു, ഏതാനും സെഞ്ചുറി അടിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വാളകം അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് സഹകരണ സംഘത്തിൻ്റെ എല്ലാ ബോർഡ് മെമ്പർമാരുടെ പേരിലും ജീവനക്കാരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ളതായ എല്ലാ ആശംസകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവനാമം മോത്തപ്പെടുക. 50th സെഞ്ചുറി വെഡിങ് സെഞ്ചുറി ആഘോഷിക്കുന്ന ഈ പ്രിയ സാറിനെയും പ്രിയ ടീച്ചറിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർക്ക് ദാനമായി കൊടുത്ത ആ മക്കളെ, അവരുടെ കുടുംബങ്ങളെയും കൊച്ചുമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 50 വർഷക്കാലം ഒരു കുടുംബജീവിതം നയിക്കുക എന്ന് പറയുമ്പോൾ പിന്നെയും ആളുകൾ ആശംസിച്ചു സെഞ്ചുറി അടിക്കട്ടെ, ദീർഘമായ ആയുസ് കിട്ടട്ടെ എന്നുള്ളതായ കാര്യങ്ങൾ. അപ്പോഴങ്ങനെ ദൈവം കൊടുക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. സാറിനെ ഓർക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ചെറുപ്പകാലത്തെ അനുഭവങ്ങൾ, ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്നെ പഠിപ്പിച്ച ഒരു ഗുരു തന്നെയാണ്. അതിലുപരിയായി ആത്മീയമായ ആലോചന നൽകി തന്നതായ ഒരു ആത്മീയ അധ്യാപകൻ കൂടിയാണ്. സൺഡേ സ്കൂളൊക്കെയും ഇടയ്ക്ക് അനേക വർഷങ്ങളിൽ ആത്മീയമായ ഗുണപാഠങ്ങൾ പറഞ്ഞു തന്ന് എന്നെ ഈ നിലയിലേക്കാക്കി തീർക്കുമെന്നൊക്കെ വേണം സാറിനും അതിൻ്റെതായൊരു ഭാഗമുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്നാൽ സാറിന് വിവാഹത്തിൽ എനിക്ക് സംബന്ധിക്കാനൊന്നും സാധിച്ചില്ല. എന്നാൽ ആ സമയത്ത് ഞാൻ ബീഹാറിലായിരുന്നു. എന്നാൽ 50 വർഷത്തെ മുമ്പത്തുള്ള ഒരു വിവാഹമെന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം വളരെ ചുരുങ്ങിയ ഒരു വിവാഹ ശുശ്രൂഷ തന്നെ ആ കാലഘട്ടത്തിലൊക്കെയും നടത്താറുള്ളത്. ഇന്നത്തെ പോലെ വളരെ മെച്ചമായിട്ടും ഗംഭീരമായിട്ടും ആർഭാടമായിട്ടും ആഘോഷമായിട്ടൊന്നും നടത്താറില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പ്രിയ കുഞ്ഞുങ്ങൾ പറഞ്ഞതുപോലെ അന്നൊക്കെയും ആ കേക്ക് മുറിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് സാറിന് പറയുവാനായിട്ട് കഴിയുന്നത്. പിന്നെ എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ കേക്ക് മുറിച്ചതില്ല സാറേ. എന്നാലും ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ആ കേക്ക് മുറിച്ച് ഒന്ന് പങ്കുവെച്ച് ആ രുചി ഒന്ന് അനുഭവിക്കാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടയായി തീർന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ ആത്മീയമായിട്ടും ഭൗതികമായിട്ടുള്ളതായ കാര്യങ്ങളിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴത്തേയും അങ്ങനെയുള്ളതായ ആലോചന നൽകി തന്ന് എന്നും ആ സ്നേഹത്തിൻ്റെ ആത്മാവിൽ മുമ്പോട്ട് പോകുവാനായിട്ട് പ്രിയപ്പെട്ട ആ സാറിനും ടീച്ചറിലും കൂടെയൊക്കെയും എൻ്റെ ജീവിതത്തിൽ ഇടയായി തീർന്നിട്ടുണ്ട്. ഞങ്ങൾ ഇടവയെ സംബന്ധിച്ച് പറയുമ്പോൾ സാറ് 18-ാമത്തെ വയസ്സിൽ അവിടുത്തെ ഒരു കമ്മിറ്റി മെമ്പറായി തന്നെ കടന്നു വരുവാൻ, അപ്പോൾ എത്ര വർഷമാണ് പിന്നിട്ട് 57 വർഷക്കാലം ആ ഇടവകയുടെ ഒരു കമ്മിറ്റി മെമ്പറായിട്ട് മാത്രമല്ല ഇടവക സെക്രട്ടറി ആയിട്ടും മറ്റു ചുമതലകളൊക്കെയും സാറിന് കടന്നു വരുവാൻ, മാത്രമല്ല വിവിധ നിലകളിലൊക്കെയും സെൻറ്ററാകട്ടെ സഭയാകട്ടെ അതിലുള്ളതായ ആത്മീയമായ ആ കൈത്താങ്ങളൊക്കെ കൊടുക്കുവാൻ കവണ്ണം അതിലെ ചുമതലകളൊക്കെ വഹിപ്പാൻ കവണ്ണം സാറിൻ്റെ ജീവിതത്തിൽ ഇടയായി തീർന്നതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഇന്നും ചുമതലകളൊന്നും വിട്ടിട്ടില്ല. ആരോഗ്യത്തിൻ്റെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ കാര്യങ്ങളൊക്കെ കടന്നു പോകുവാൻ ഇന്നും നല്ല സ്ഥാനത്തൊക്കെ ഇരിക്കണം എന്നുള്ള ഒരു വലിയ താല്പര്യമൊക്കെ സാറിനുണ്ട്. പക്ഷേ അത്രത്തോളം ആരോഗ്യം അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയുന്നു. എന്നാലും മനസ്സുണ്ട്, താല്പര്യമുണ്ട്. അപ്പോൾ ഒന്ന് പോകണം, അല്ലെങ്കിൽ അതിനുള്ള നേതൃത്വം കൊടുക്കാനായിട്ട് കടന്നു പോകണമെന്നുള്ള കാര്യം. എന്നാലും ദൈവം അതിനു വേണ്ട കൃപ കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഈ 50 വർഷക്കാലം ദൈവത്തിൻ്റെ വചനം പറയും പോലെ തന്നെ ഇല്ലേ, 1 കൊരിന്ത്യർ 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ
അതിൻ്റെ 4-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, സഹിച്ചും വഹിച്ചും പുറത്തും പോകുവാന്നൊക്കെ വേണം. ദൈവം തൻ്റെ മക്കളുടെ കുടുംബജീവിതത്തിൽ ഇടിയാക്കി തീർത്തു. എത്രമാത്രം ശല്ലപിച്ചിട്ടുണ്ട്, എത്രമാത്രം വഴക്കിട്ടിട്ടുണ്ട്, എത്രമാത്രം അകന്നു നിന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലൊക്കെയും ദൈവസ്നേഹമാണ് അവരെ കൂട്ടിയിണക്കുവാൻ, ആ സ്നേഹത്തിൻ്റെ ആത്മാവിൽ അവർക്ക് കടന്നു പോകുവാന്നൊക്കെ വേണം. ദൈവമായ കർത്താവ് കൃപ കൊടുത്തു എന്നുള്ളത് എടുത്തു പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കുടുംബജീവിതം എപ്പോഴും നമുക്കറിയാം, അത് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മറ്റു പ്രശ്നങ്ങളുടെയൊക്കെയും അവയെ സമ്മിശ്രമാകുന്നു എന്നുള്ളതായ കാര്യങ്ങൾ. എന്നാൽ അതിൻ്റെ നടുവിലൊക്കെയും എല്ലാം വഹിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ കൊടുത്തു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമല്ല ആ ദൈവസ്നേഹം ഒന്ന് മാത്രമാണ്. സഹോദരങ്ങളാണെങ്കിൽ തന്നെയും ഇപ്രകാരം ഒരുമിച്ച് പോകുവാനൊക്കെയും ദൈവം കൃപ കൊടുത്തല്ലോ. മക്കള് 3 പേരും കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്നുള്ളതായ കാര്യങ്ങൾ. അതപ്രകാരം എത്രത്തോളം ആളുകളൊക്കെ വിളിച്ചു വരുത്തി അവയെ സന്തോഷം പങ്കിടുവാനൊക്കെ വേണം ഇടയായി തീർന്നല്ലോ. പിന്നെയും എനിക്ക് പറയുവാനായിട്ടുള്ളത്, ദൈവം ആയുസ്സ് തരട്ടെ, ദൈവം ആരോഗ്യം തരട്ടെ. ഇനിയും അനേക വർഷങ്ങൾ ഇരുപ്പാൻ, ദൈവനാമം മഹത്വമെടുപ്പാൻ, ആ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തെടുപ്പാൻ, അനേകരുടെ മുമ്പിൽ നല്ല വിശ്വസ്ത സാക്ഷികളായി നിലനിൽപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഇടവിടെയും എല്ലാവിധമായ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടും. സ്നേഹസ്വരൂപ അവദർശനം സ്നേഹസ്വരൂപ അവദർശനം ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ സ്നേഹസ്വരൂപ അവദർശനം മലിനമായ ഈ മൺകുടമേ തിരുപാദസന്നിധി, മലിനമായ ഈ മൺകുടമേ തിരുപാദസന്നിധി, അർച്ചന ചെയ്തിടും ദാസരിൽ നാഥ കൃപയേകിടൂ കൃതി മാലിന്യം നീക്കിടൂ സ്നേഹസ്വരൂപ അവദർശനം മരുഭൂമിയ ഈ മാനസം തന്നിൽ നിന്റെ കീർത്തിടുക, മരുഭൂമിയ ഈ മാനസം തന്നിൽ നിന്റെ കീർത്തിടുക, നിറഞ്ഞിടുകന്നിൽ എൻ പ്രിയനാഥ പോകരുതേ നിന്നിൽ ഞാനെന്നും ലയിച്ചിടട്ടെ. സ്നേഹസ്വരൂപ അവദർശനം പരിമള ജീവിതമലരിൽ അനു
അനുഗ്രഹവർഷം ചൊരിയണമേ സ്നേഹസ്വരൂപ അവദർശനം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എന്നിരുന്നാലും സാറും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ ഞങ്ങൾ അധ്യാപക വൃത്തിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനും അതുപോലെ ആത്മീക രംഗത്ത് ഒന്നിച്ച് പ്രവർത്തിക്കാനൊക്കെയുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സാറ് 50ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ഇതുണ്ട്. കാരണം ഞങ്ങൾ ഒരു പ്രായക്കാരാണ്, പക്ഷെ എനിക്ക് 50 എത്തിയിട്ടില്ല. അതെ, അല്ല, അതിന് സാഹചര്യം ലഭിച്ചില്ല. അതുകൊണ്ട് എത്തും, ഉടനെ തന്നെ എത്തും. അപ്പോൾ ഞാനിങ്ങനെ ഇത് അവസരം ഒരുകയാണെങ്കിൽ ഇതുപോലെ വിളിച്ചുകൊണ്ടോന്ന് ആഗ്രഹിക്കുന്നു. അച്ഛനതിനുള്ള അനുവാദം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കീഴം സെൻറ്ററിൻ്റെ കീഴം നോർത്ത് കേരള ഡയോസിസ് കീഴം സെൻറ്ററിൻ്റെ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. സാറ് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിൻ്റേതായ എൻ്റെ എല്ലാവരുടെയും ഉള്ള ആശംസകൾ സാറിനെയും കുടുംബത്തെയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഈ 50ാം വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇത്രയും സന്തോഷകരമായി അനുഗ്രഹകരായി നടക്കുവാൻ ദൈവം സഹായിച്ചതോർ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ പുറകിലുള്ള താല്പര്യം മക്കളുടെ യഥാർത്ഥമായ സ്നേഹവും സഹകരണവും വളരെ വലുതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. സഹോദരങ്ങളായ എല്ലാവർക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പോക്കാട്ട് കുടുംബത്തിൻ്റെ പുറയിലേക്ക് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ വളരെയധികം കഷ്ടതയിലും പ്രയാസത്തിലുമൊക്കെ ആയിരുന്നു ജീവിതത്തിലെങ്കിലും 5 മക്കളെ അനുഗ്രഹമായി വളർത്തുവാൻ തക്കോണം ദൈവം സഹായിച്ചു. അതിലെ ഏറ്റവും മൂത്ത മകളാണ് എൻ്റെ മകൾ. അന്ന് അളിയൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്രായത്തിലാണ് പഠിക്കുന്ന സാഹചര്യമാണ്. അളിയൻ്റെ വളരെയധികം സാഹചര്യങ്ങളും അനുമോദനങ്ങളും വളരെയധികം അനുമോദനങ്ങളൊക്കെ ഞങ്ങൾക്ക് വാത്സല്യമൊക്കെ ലഭിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ വെറുതെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അന്ന് അളിയൻ മുഖാന്തരമാണ് ചെറിയൊരു ജോലി പ്രവേശിപ്പാൻ സഹായിച്ചത്. ബസ്സിൽ കണ്ടക്ടറായിട്ട് കുറച്ച് നാളും പ്രവർത്തിപ്പാൻ അതിന് മുഖാന്തരമായത് അളിയൻ്റെ ആലോചന പ്രകാരമാണ്. അത് കഴിഞ്ഞ് കുറേ കാലം അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെയും അളിയൻ എനിക്ക് വേണ്ടി ഒരു കാര്യം എന്നോട് ചോദിച്ചു, നിനക്ക് പുറത്തു പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് യാതൊരു പിടിപാടും ഇല്ലാത്ത ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നാൽ അളിയൻ്റെ ഒരു കൊച്ചപ്പൻ്റെ ഞാൻ ബാബുച്ചേട്ടനോട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ ബാബുച്ചേട്ടൻ മുഖാന്തരമായിട്ട് ഗൾഫിലെ സൗദി അറേബ്യയിൽ പോകാനായിട്ട് കുറച്ച് നാൾ അവിടെ വർക്ക് ചെയ്യാനായിട്ട് സഹായിച്ചു. ഇതിൻ്റെയൊക്കെ പുറകിൽ അളിയൻ്റേതായ ആലോചനയും സഹായങ്ങളുമാണ് എന്ന് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ 5 മക്കൾ. മൂത്തയാളാണ് പെങ്ങൾ, രണ്ടാമത്തെ ആൾ കീഴത്തെ മേരി ചേച്ചി പാടശ്ശേരിയിലേക്ക് വിവാഹം ചെയ്തിരിക്കുന്നു. 3ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ താഴെയുള്ള ബേബി, ഏറ്റവും ഇളയ ആൾ കാക്കനാട്. ഞങ്ങൾ 5 മക്കളും ഇവാഞ്ചലിക്കൽ സഭയിൽ നിന്ന് ഇപ്പോഴും ആയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പുറകിൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയും കൊണ്ടാണ് ഞങ്ങൾ ഈ ഇതിലൊക്കെ ആയിരിക്കുന്നത് എന്ന ഒരിക്കൽ കൂടെ ഞാൻ ഓർക്കുന്നു. അളിയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചേച്ചി വിവാഹം കഴിച്ച അടുത്ത ദിവസം തന്നെ ആ ചേച്ചിക്ക് ആദ്യം
കോഴിക്കോട്ടെ ജോലിയിൽ പ്രവേശിക്കാനിടയാക്കി. അതിനോടനുബന്ധിച്ച് വിവാഹം കഴിഞ്ഞവർ രണ്ടുപേരും മാനേജ്മെൻറ്റ് സ്കൂളിൽ ഒരുമിച്ച് അധ്യാപകരായിട്ട് പ്രവർത്തിപ്പാൻ ദൈവം ഏറെക്കാലം സഹായിച്ചു. കുഞ്ഞുങ്ങളൊക്കെ അവിടെ വളരുകയും ജനിക്കുകയൊക്കെ ഉണ്ടായി. പിന്നീട് കാലങ്ങളിൽ കുറേ കാലം ശേഷം അവർ PSC കഴിഞ്ഞ് ഗവൺമെൻറ് സർവീസിൽ പ്രവേശിച്ചു. ഇപ്പോൾ അനുഗ്രഹകരമായ റിട്ടയർമെൻറ്റ് ലൈഫ് നിർവഹിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് ഈ 50 വർഷക്കാലം കുടുംബപരമായി അവർക്ക് ജീവിക്കുവാൻ പ്രവർത്തിപ്പാൻ വലിയവനായ ദൈവം സഹായിച്ചു. പലവിധ പ്രവർത്തന രംഗങ്ങളിലൊക്കെ വളരെ സന്തോഷകരമായി വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിപ്പാൻ ദൈവം അളിയനെ ഇടയാക്കി. പ്രവർത്തന വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ സംഘടനാ തലത്തിലാണെങ്കിലും സഭയോടുള്ള പ്രവർത്തനത്തിൻ്റെ ബന്ധത്തിലാണെങ്കിലും വളരെയധികം ശുഷ്കാന്തിയോടും ധൈര്യത്തോടും വളരെയധികം തീക്ഷ്ണതയോടും കൂടെ പ്രവർത്തിപ്പാൻ ദൈവം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവിടുന്ന് ഇടയാക്കി. നാം കേട്ടതുപോലെ 50 വർഷം പിന്നിടുന്ന ഈ സാഹചര്യം തുടർന്നും കൂടുതലായിട്ട് ദൈവം ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളൊക്കെയും ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ നന്മയ്ക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാനമായി 3 മക്കളെ ദൈവം ദാനം ചെയ്തു. അവരെ തക്കതായ തുണകളെ അവർക്ക് ലഭിച്ചു. കൊച്ചുമക്കളെ അവർക്ക് നൽകി. ഇവരൊക്കെ വളരെ സന്തോഷകരമായ വിവിധ സ്ഥാനത്ത് സാഹചര്യങ്ങളൊക്കെ ആയിരിക്കുന്നു. ഈ സന്ദർഭവേളയിൽ അവർക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കി. അവരോടുള്ള പ്രത്യേക നന്ദിയും അനുമോദനവും ഞാൻ പറഞ്ഞുകൊള്ളുക. ഈ സന്ദർഭവേളയിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇത്രത്തോളം ആയിരിക്കാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾക്കും ഈ സന്തോഷവേളയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവം തന്ന എല്ലാ കൃപയ്ക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും പിന്നെയും അറിയിച്ചുകൊണ്ട് കൂടുതലായി അളിയനും ചേച്ചിക്കും കൊടുക്കുന്ന ആയുസ് സന്തോഷത്തോടും സമാധാനത്തോടും ദൈവകൃപയോടും കൂടെ ജീവിപ്പാൻ ദൈവം എല്ലാ ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ജോർജ് സാറ്, അന്നമ്മ ടീച്ചറ്, ജോർജ് സാറ് എൻ്റെ അളിയനാണ്. അതായത് ജോർജ് സാറിൻ്റെ മൂത്ത സഹോദരിയിൽ രണ്ടാമത്തെ ആളായ മേരി ഇവിടെ ഭർത്താവാണ്. ഞാനെന്ന് ആദ്യമായിട്ട് ഞാനൊരു ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നേ ഉള്ളൂ. ഞങ്ങൾ വർഷങ്ങളായിട്ട് വടക്കേ ഇന്ത്യകളിൽ പല സ്ഥലങ്ങളിലും ഞാനും എൻ്റെ ഭാര്യയും ജോലി ചെയ്ത് ഒടുവിൽ 2009 വാളകം മനിക്കപ്പാറയിൽ 17 വർഷമായിട്ട് ഇവിടെ താമസിച്ച് വരികയാണ്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ സ്നേഹബന്ധത്തോടും കൂടി അളിയനും കുടുംബമായിട്ട് മുൻപോട്ട് പോകുവാൻ സഹായിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ചില അവസരങ്ങളിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അല്ലാതെ ഒരു പ്രശ്നമില്ല. സ്നേഹത്തോടും സമാധാനത്തോടും ആ കുടുംബം ആയിരിക്കുന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ ഗോൾഡൻ ജൂബിലി വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് അനേകർ ബഹുമാനപ്പെട്ട ബിഷപ്പ് അങ്ങനെ ബഹുമാനപ്പെട്ട അച്ഛന്മാരെല്ലാവരും എല്ലാ ആശംസകളും അറിയിച്ചു. അന്നേരം ഞാൻ പ്രത്യേകമായിട്ട് ആശംസകൾ അറിയിക്കാൻ ഒരുങ്ങുന്നത് എന്തിനാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അവർക്കെല്ലാ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട ബിഷപ്പ് പറഞ്ഞു 100 വർഷത്തോളം ജീവിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനൊരിക്കലും അതും അങ്ങനെ ഞാൻ ആലോചിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സമാധാനത്തോടും സ്നേഹത്തോടും ആരോഗ്യത്തോടും ജീവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ കൊടുത്ത എല്ലാ നന്മകൾക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. 3 മക്കളെ കൊടുത്തു. അവരുടെ കുടുംബജീവിതവും ഭദ്രമായിട്ട് മുൻപോട്ട് പോകുന്നു. 6 കൊച്ചുമക്കളെയും കൊടുത്തു. ദൈവം അനുഗ്രഹിച്ചു. എല്ലാ നന്മകളും കൊണ്ട് ദൈവം അവർക്ക് കൊടുത്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആരോഗ്യമായുസ്സോടെ മുൻപോട്ടുള്ള വാർഷികങ്ങൾ ആഘോഷിപ്പാൻ അവർക്ക് ദൈവം കൃപ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നു. കൊടുത്ത എല്ലാ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി അങ്ങ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ അറിയിക്കുന്നതോടൊപ്പം വിദേശത്തായിരിക്കുന്ന മകള് അവിടെയും കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും അറിയിക്കുന്നു. എല്ലാ നന്മകളെയും കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ സന്തോഷവേളയിൽ നമുക്കൊന്നിച്ച് ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
പ്രിയ ജോർജ് സാറും ഞാനുമായിട്ട് ദീർഘവർഷങ്ങൾ ഒന്നിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, ജീവിതത്തിൽ 50 വർഷം ഒരു സ്ത്രീയോടുകൂടെ ഒരു പുരുഷനും ഒരു പുരുഷനോടുകൂടെ ഒരു സ്ത്രീയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരനുഭവമാണ്. ഈ വർത്തമാനകാലത്തിലും വിദേശ രാജ്യങ്ങളിലെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോഴും ഇതൊരു വലിയ അത്ഭുതമാണ്. 50 വർഷം ജോർജ് സാറിനെ സഹിച്ച് ടീച്ചറെ സഹിച്ച് ജോർജ് സാറും കഴിഞ്ഞത് ഒരു വലിയ അത്ഭുതമാണ്. എന്നാൽ രണ്ടുപേർക്കും സഹിക്കാനും വഹിക്കാനും ഒക്കെ ഉള്ള ദൈവകൃപ ദൈവം കൊടുത്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു താഴ്ചയിലും ഉയർച്ചയിലും ഒരു നിഴലായിട്ടും തണലായിട്ടുമൊക്കെ പരസ്പരം സഹകരിച്ച് ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞ അവസരം വലുതാണ്. ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഭൂമിയിൽ അസൂയയില്ലാതെ സ്നേഹിക്കുവാൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ജീവിത ശൈലിയിൽ കഴിഞ്ഞ 50 വർഷക്കാലം ഈ പ്രിയപ്പെട്ടവർക്ക് ഒന്നിച്ച് ജീവിക്കാനായിട്ട് ഇടയായി. അതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായി നമുക്ക് ഒന്നിച്ച് ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇടയായതിലും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 1-2 കാര്യങ്ങൾ ജോർജ് സാറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തട്ടെ. ഞാനും ജോർജ് സാറും സഭയുടെ യൂത്ത് യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ട് സാറ് സേവനം ചെയ്യുമ്പോൾ സാറിനോട് ചേർന്ന് അതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിപ്പാനായിട്ട് എനിക്ക് അവസരം നൽകി. ചില വർഷങ്ങൾ ഞങ്ങൾക്കൊന്നിച്ച് ആ വിധത്തിൽ സുവിശേഷ വേലയിൽ സഭയുടെ യൂത്തിൻ്റെ ആത്മിക വർധനവിൽ പ്രവർത്തിപ്പാനായിട്ടിടയായി. ഇപ്പോൾ സാറും ഞാനും നോർത്ത് കേരള ഡയോസിസിൻ്റെ കൗൺസിൽ അംഗങ്ങളെന്ന നിലയിൽ ഞങ്ങൾ ഒന്നിച്ച് ഇപ്പോൾ ആയിരിക്കുന്നു. ജോർജ് സാറിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. ഇവിടെ ആരും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പറയുക. നമ്മൾ ഈ സന്തോഷത്തിൽ മാത്രം പങ്കുചേരുമ്പോൾ സാറിൻ്റെ നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. ചീത്ത വശത്തെക്കുറിച്ച് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ഞാൻ രണ്ടും, എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ രണ്ടും പറയാം. ജോർജ് സാറിനെ 100% വിശ്വസിക്കാം. അദ്ദേഹം എല്ലാ സമയത്തും നമ്മളോട് കൂടെ ഉണ്ടാകും. ഒരു കാര്യത്തിൽ നമ്മളോട് ഇടപെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല. അത് പരാജയമാകട്ടെ വിജയമാകട്ടെ, അതിൻ്റെ അവസാനം വരെ ജോർജ് സാർ നമ്മുടെ കൂടെയുണ്ട്. പിന്നെ ഒരു ഉറച്ച നിലപാടുള്ള വ്യക്തിത്വമാണ് ജോർജ് സാറിൻ്റെത്. ഏത് കാര്യത്തിനും ഒരു നിലപാടുണ്ട്. അത് വ്യക്തമായ ഒരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലുള്ളതാണ്. ജോർജ് സാർ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ സാറിനോട് പറയുകയാണ്, സാറേ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ ക്ഷമ ചോദിക്കും. ഒരു പ്രശ്നമില്ല ഇതിനകത്ത്. ഇപ്പം സാറ് വികാരം കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അന്ന് വൈകിട്ടോ പിറ്റേ ദിവസം രാവിലെയോ ആ വ്യക്തിയെ വിളിച്ച് സാറ് ക്ഷമ പറഞ്ഞിരിക്കും. അത് സാറിൻ്റെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുകയാണ്. സാറ് ഒരു നല്ല സംഘാടകനാണ്. അതുകൊണ്ടാണ് ഇവിടെ 1-ലധികം പ്രസ്ഥാനങ്ങളുടെ വലിയ പദവികൾ സാറിന് അലങ്കരിക്കാൻ കഴിഞ്ഞത്. സാർ ഒരു നല്ല സംഘാടകനായിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ നല്ല വശം പറഞ്ഞിട്ട് സാറിൻ്റെ 1-2 തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള, തിരുത്തപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല, അത്രയും പ്രായമൊക്കെ ആയില്ലേ. തിരുത്തപ്പെട്ടില്ലെങ്കിലും നമ്മളത് ബോധപൂർവം മനസ്സിലാക്കി അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നമുക്ക് കഴിയട്ടെ. സാർ ഒരു മുൻകോപിയാണ്. പെട്ടെന്ന് സാറിന് ദേഷ്യം വരും. അതിന് സാറിന് ഇഷ്ടമല്ല എന്ന് തോന്നിയാൽ പ്രതികരിക്കുന്നത് അപ്പം തന്നെയായിരിക്കും. പിന്നെ അതിന് സമയമൊന്നും കൊടുക്കില്ല. പിന്നെ ആ മുൻകോപത്തിൻ്റെ സന്ദർഭങ്ങളിൽ ചില വാക്കുകൾ അധികപ്പറ്റായിട്ട് സംസാരിക്കാനുള്ള കഴിവും സാറിനുണ്ട്. അതും ഞാൻ ഓർത്ത് പറയുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്ഷമ ചോദിക്കാൻ സാറിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊരു നല്ല കഴിവാണല്ലോ. നമ്മളൊക്കെ മനുഷ്യരാണ്, വികാരം കൊള്ളാറുണ്ട്. വിവേകം വരുമ്പോൾ നമ്മൾ തെറ്റ് തിരുത്തി മുൻപോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു നല്ല രീതിയാണ്. എന്താണെങ്കിലും ഇത്രയും ദീർഘായുസ്, 50 വർഷം ഒരു കുടുംബജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും നമുക്കറിയാം. 50 വർഷം ഇവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറെ പരിമിതികളോടെയാണ്. ഒരു വലിയ കുടുംബത്തിൻ്റെ ഒരു കണ്ണിയാണ് ജോർജ് സാറ്. അപ്പോൾ ഒത്തിരിയും പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഈ നന്മയുടെ ഒരു ഭാഗമായി തീരാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം എന്നെ സന്തോഷിപ്പിക്കുന്നത്, സാറിൻ്റെ മക്കളിലൂടെയുള്ള നന്മ അവർക്ക് അനുഭവിക്കാൻ ദൈവം ദീർഘായുസ് കൊടുത്തു. മക്കളെ ദൈവം അനുഗ്രഹിച്ചു. 3 മക്കളെയും അവരുടെ കുടുംബങ്ങളെയും ദൈവം ഏറെ അനുഗ്രഹിച്ചു എന്നുള്ളത്
അതൊരു വലിയ സാക്ഷ്യമാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടുത്തെ രണ്ടാമത്തെ മകൾ ജിൻസിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ പെങ്ങളുടെ മകൻ ക്രൈസാണ്. അതുകൊണ്ട് ഈ കുടുംബത്തോട് ആ വിധത്തിലും ഒരു ബന്ധുക്കാരനെന്ന നിലയിലും ഉള്ള ബന്ധം നിലനിർത്താനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ തുടർന്നുള്ള ഭാവി ജീവിതം ഏറ്റവും ധന്യമാകട്ടെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ. എത്ര കാലം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതിനേക്കാളധികം എങ്ങനെ നമ്മൾ കർത്താവിന് വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കാനും തിരുത്തപ്പെടാനും ഒക്കെയുള്ളൊരു നല്ല സന്ദർഭം ഈ കൂട്ടായ്മ പ്രയോജനപ്പെടുത്തട്ടെ. എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോഴൊരു ഏകദേശം ഒരു 60 വർഷം മുമ്പുള്ള കഥ ഓർത്തു പോവുകയാണ്. ഞങ്ങൾ 1967 SSLC കഴിഞ്ഞിട്ട് മലയാളം വിദ്വാൻ പണ്ഡിറ്റ് പഠിക്കാനായിട്ട് മൂവാറ്റുപുഴ അന്നാണ് കാണുന്നത്. ആദ്യമായിട്ട് 67 കാണുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞാൽ 60 വർഷമായി. 2027 ഇപ്പോൾ 59 വർഷം. അന്ന് 16, 17 മധുര 16, മധുര 17 ഈ കാലഘട്ടത്തിലാണ് ഞാൻ നടക്കുന്നത്. അന്ന് അങ്ങനെ തുള്ളിച്ചാടി ഓടിച്ചാടി നടക്കുന്നൊരു കാലഘട്ടം. എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ 3 സുഹൃത്തുക്കളുടെ ബന്ധമുണ്ട്. അവറാച്ചനുണ്ട്, നെല്ലാട്, പത്മനാഭൻ അടിവാട്, വൈലി തൃക്കളത്തൂര്, പിന്നെ ഞാൻ. എൻ്റെ വീട് കടമറ്റത്താണ്, കുറ്റാപ്പള്ളിയിലാണ്. പേര് ബോസ് എന്നാണ് പറഞ്ഞല്ലോ. ഓക്കെ, തൊട്ടടുത്താണ് വീടെങ്കിൽ തന്നെയും പണ്ടത്തെ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു പോന്നപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് കാണാനോ ഇന്നത്തെ പോലെ ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ ലാൻഡ് ഫോൺ വരെ ഇല്ലാത്തൊരു കാലഘട്ടമാണെന്ന് ഓർക്കണം. വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു കാലഘട്ടം. എല്ലാവരും അങ്ങനെയാണ് പോകുന്നത്. അന്ന് ആകപ്പാടെ ഇന്ന് വളരെ ചുരുക്കം ചിലർക്ക് റബ്ബറൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഈ നെൽകൃഷി, ഇഞ്ചിയും തേങ്ങയും കപ്പയൊക്കെ ആയിട്ടാണ് കഴിഞ്ഞു കുടിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടം കഴിഞ്ഞ് പോകുന്നപ്പോൾ വീട്ടിൽ ഫോണോ കാര്യങ്ങളൊന്നും ഇല്ല, ബന്ധപ്പെടാൻ സൗകര്യങ്ങളില്ലായിരുന്നു. കാര്യം ഇത്ര അടുത്താണെങ്കിൽ തന്നെയും ജോർജിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ജോർജിൻ്റെ ഒരു പെങ്ങൾ ഞാൻ വിദ്യാൻ കഴിഞ്ഞിട്ട് പാരലൽ കോളേജിലേക്ക് പോയി. ഇവരൊക്കെ അങ്ങ് കോഴിക്കോട് പോയി ജോലി മേടിച്ചു. ഗവൺമെൻറ് സർവീസ് എയ്ഡഡ് സ്കൂളിലൊക്കെ ജോലി മേടിച്ചു. ഞാനൊരു പാരലൽ കോളേജിൽ കഴിഞ്ഞു കൂടി. അങ്ങനെയാണ് കടന്നത്. ആദ്യം പാരലൽ കോളേജിൽ പഠിപ്പിക്കാൻ പോയി. ഒരു 75 രൂപ ശമ്പളത്തിൽ. പിന്നീട് ഞങ്ങൾ ഒരു 5 പേര് കൂടിയിട്ട് ഒരു പാരലൽ കോളേജ് തുടങ്ങി. അത് നല്ലൊരു പാരലൽ കോളേജ് ആയിരുന്നു. കേംബ്രിഡ്ജ് കോളേജ് എന്ന് പറഞ്ഞ കോളേജ് 2100 കുട്ടികൾ വരെ അതിനകത്ത് ഉണ്ടായിരുന്നു. വലിയൊരു കോളേജായിരുന്നു. ശരിക്കും പാരലൽ തന്നെയായിരുന്നു. സെൻറ്റ് പീറ്റേഴ്സൺ പാരലൽ കോളേജ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പാരലൽ കോളേജ് തന്നെയായിരുന്നു അവിടെ. അവിടെ നിന്ന് നിന്നുകൊണ്ട് എനിക്ക് പിന്നെ ജോലി വേണമെന്നില്ലായിരുന്നു. ജോലിക്ക് പോയി കഴിഞ്ഞാൽ ശമ്പളം കിട്ടുന്നത് ഒരു 300 രൂപ 350 രൂപയ്ക്ക് ശമ്പളം കിട്ടും. ഇവിടെ എനിക്ക് 10,000 രൂപ ശമ്പളം ലാസ്റ്റ് ഒരു ഡിവിഡൻറ്റും കിട്ടും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ജീവിതമൊക്കെ കടന്ന് മെച്ചപ്പെട്ടു പോകുന്നത്. 2 പെൺമക്കളെയൊക്കെ വിവാഹം കഴിക്കാൻ പറ്റി. അതുപോലെ തന്നെ വീട് പണിയാൻ പറ്റി. എല്ലാം പാരലൽ കോളേജിൽ നിന്നുകൊണ്ടാണ്. അതാണ് അവസാനം ഒരു തോന്നൽ. 39 വയസ്സപ്പോൾ തോന്നി ഒരു PSC എഴുതിയേക്കാം, ഒരു 6 മാസം ജോലി ചെയ്തിട്ട് ഇനി പോന്നേക്കാം, ഇതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പോയി വയനാട്ടിലേക്ക് പോയപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു, മോനെ നീ പോകണ്ട, ആ ചുരം കയറി പോകുമ്പോൾ അവിടെ കൊലുമ്പനുണ്ട്, ആ വണ്ടി മറിക്കും, ചത്തുപോകും, അപ്പോഴും ഒരു ആണ്ടൊച്ചേ ഉള്ളൂ, വലിയ പ്രശ്നമാണ്, നീ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. പക്ഷേ എങ്കിലും ഞാനന്ന് പോയി പരീക്ഷ എഴുതി ജയിച്ചു എന്ന് പറഞ്ഞാൽ ഈ കണക്ക് മലയാളംകാരിൽ എനിക്കറിയാൻ പറഞ്ഞു. ഈ PSC ടെസ്റ്റ് ഞാൻ പല എഴുതിയിട്ടുണ്ടായിരുന്നു, ജയിക്കാറില്ല. അത് ഈ മാസിലൊക്കെ തോറ്റുപോകും. എൻ്റെ അടുത്തിരുന്ന പങ്കുവച്ച് ഏതാണെന്ന് എനിക്കറിഞ്ഞൂടെ, നല്ല മിടിക്കുകയാണ് കണക്കിന്. അവളുടെ കണക്ക് എനിക്ക് ഭംഗിയായിട്ട് കിട്ടി. ഞാൻ ആ തവണ PSC ജയിക്കുകയും ചെയ്തു. PSC ജയിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഉറപ്പായി. ഇൻ്റർവ്യൂവിൽ എങ്ങനെ എനിക്ക് ഫേസ് ചെയ്യാൻ എനിക്ക് മനസ്സിലായി. ഇൻ്റർവ്യൂവിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. ചോദിച്ച ചോദ്യങ്ങൾക്ക് 10-12 ചോദ്യം എന്നെ കറക്കി. എല്ലാത്തിനും നല്ല ഉത്തരം കൊടുത്തു. എനിക്ക് 2nd റാങ്ക് കിട്ടി PSCയിൽ. അങ്ങനെ ഞാൻ വയനാട്ടിലെ അമ്പലവയലിൽ ജോലി ചെയ്യുകയാണ്. പിന്നീട് തൊടുപുഴ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് ഗേൾസ് ഹൈസ്കൂളിൽ റിട്ടയർഡായി സ്വസ്ഥമായി ജീവിക്കുന്നു. ഭാര്യ, 2 മക്കൾ. ഭാര്യ 2 വർഷം മുമ്പ് 2.5 വർഷമായി. 2 വർഷം മുമ്പ് കർത്താവ് ഇന്ത്യ പ്രാപിച്ചു. മനുഷ്യജീവിതമല്ലേ. ഇടപ്പള്ളി രാഘവൻ ഒരു ചെറിയ കവിതാശകലം ചൊല്ലിയിട്ടുണ്ട്. അടലിലാനന്ദ ലേശമിട്ടെപ്പോഴും മെഴുകി മോടി പിടിക്കൂ നീ മേടയിൽ. ഞാൻ നിൽക്കുന്ന തറ ഇത് നല്ല മാർബിൾ മനോഹരമായ തറയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്നാ കിടക്കുന്നത് തിരിച്ചല്ലോ. എൻ്റെ ഉള്ളിൽ കാല് തുളച്ച് കയറുന്ന കമ്പി, മെറ്റല്, കാല് പൊള്ളുന്ന കൈ പൊള്ളുന്ന സിമെൻറ്റ്, അതിൻ്റെ മുകളിൽ ഒരു ലേശം ഒരു അര ഇഞ്ച് ഒരു 1/4 ഇഞ്ച് ഒരു ടൈൽസ് ഇട്ട് മെഴുകി മോടി പിടിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. അഴൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതലും ദുഃഖമാണ്. ദുഃഖം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ലോകത്തിൽ എല്ലാവരുടെ മോഡിൽ ഒരു ചെറിയ ചാന്ത് വെച്ചിരിക്കുന്നു. എന്താണ് ചാന്ത്? ആനന്ദം. ആനന്ദമാകുന്ന ചാന്ത്. എല്ലാവരുടെയും മുഖത്ത് ചിരിയാണ്, പക്ഷേ ഉള്ളിൽ എല്ലാവർക്കും ഓരോ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുഃഖം എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തർക്കമില്ലാത്തൊരു കാര്യമാണ്.
അപ്പോൾ മനുഷ്യ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് ഏതായാലും എൻ്റെ 50-ാം വിവാഹ വാർഷികം നടത്താൻ പറ്റത്തില്ല. 2030 അത് ആവത്തുള്ളൂ. 80-ലാണ് വിവാഹം കഴിക്കുന്നത്. ജോർജിന് അതിനൊരു അനുഗ്രഹമുണ്ടായി. തീർച്ചയായിട്ടും അനുഗ്രഹപ്രദമായ കാര്യമാണ്. ആര് പറഞ്ഞു സെഞ്ചുറി അടിക്കട്ടെ എന്ന്? ഏതിലാ സെഞ്ചുറി അടിക്കട്ടെ എന്ന് എനിക്ക് മനസ്സിലായില്ല. 50-ാമത്തെ വിവാഹ വാർഷികം, വീണ്ടും ഒരു 50-ാമത്തെ വിവാഹ വാർഷികം, 100 വിവാഹ വാർഷികം, 100-ാമത്തെ ആചരിക്കുകയാണെങ്കിൽ 120 വയസ്സാവും. ലോകം മുത്തശ്ശിയാവും ഏതായാലും. അപ്പോൾ വളരെ ഏറ്റവും വലിയ റെക്കോർഡ് കിട്ടാൻ സാധിക്കും. അങ്ങനെയെങ്കിലും സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ അവസരം തന്ന ജോർജിനും എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട്, എൻ്റെ കൂട്ടുകാരായി വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് ആളുകൾ ഇപ്പോൾ ബോസ് സാറൊക്കെ പറഞ്ഞതുപോലെ അതുപോലെ ഒരുപാട് ആളുകൾ പല സന്ദർഭങ്ങളിലായി അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് പല സാഹചര്യങ്ങൾ കൊണ്ട് മാറ്റപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം കൂട്ടിച്ചേർത്ത ആ തുണയെ ഈ 50 വർഷം സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു നിമിഷമാണ്. സന്തോഷത്തിൻ്റെ ഒരു അനർഘ നിമിഷമാണ്. ഞാനിവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പഴയകാല അധ്യാപക സുഹൃത്തെന്നുള്ള നിലയിലാണ്. ഞങ്ങൾ ഒരുമിച്ച് ദീർഘകാലം അധ്യാപക സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുവാനായിട്ട് സാഹചര്യമുണ്ടായി. അദ്ദേഹം പറവൂര് സൈഡിൽ, എനിക്ക് തോന്നുന്നു തത്തപ്പള്ളി സ്കൂളിലാണെന്ന് തോന്നുന്നു, അവിടെ വരെ ഇവിടെ നിന്ന് സ്കൂട്ടർ ഓടിച്ച്, 2 വീലർ ഓടിച്ച് അവിടെ സ്കൂളിൽ പോയി ജോലി ചെയ്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലും ഞങ്ങളോടൊപ്പം സംഘടനാ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തി ശനിയും ഞായറും അതുപോലെ ഇടയ്ക്കുള്ള ദിവസങ്ങളോ അവധി ദിവസങ്ങളൊക്കെ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയും അത് വർക്കിംഗ് ഡേയ്സ് ഒന്നും നോക്കാതെ അതുപോലെ കലാമത്സരങ്ങളും ഒക്കെ കലോത്സവങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ മുന്നണി പോരാളിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പോഴും മനസ്സിൽ ഓർക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ്. വലിയൊരു ശബ്ദത്തിൻ്റെ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് ജോർജ് സാർ. അപ്പോൾ വളരെ ഉറക്കെ മുദ്രാവാക്യം വിളിക്കാനും പ്രസംഗിക്കാനും ഒക്കെ അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആരോ പറഞ്ഞതുപോലെ അദ്ദേഹത്തോട് എതിർപ്പുള്ള ചില ആളുകളും ഉണ്ടാവും. അപ്പോൾ അവർ പറയും അയാളെ അങ്ങനെ മുമ്പിലേക്ക് കയറ്റിവിടണ്ട എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങൾ പറയും സാർ മുമ്പിൽ നിന്നാലാണ് നമുക്കൊരു ധൈര്യം, ആളുമുണ്ട്, പേടിക്കണ്ട. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ മുൻനിരയിൽ നിർത്തി ഞങ്ങൾ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയും പിന്നെ സംസ്ഥാന തലത്തിലെ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ആക്കി മാറ്റുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ സംഘടനാ തലത്തിൽ നിൽക്കുമ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കലോത്സവമാണ്. കലോത്സവത്തിൻ്റെ നടത്തിപ്പിൽ മിക്കവാറും ഫുഡ് കമ്മിറ്റി ആയിരിക്കും അദ്ദേഹം ഏൽക്കുക. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി, ആ ഭക്ഷണം തയ്യാറാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഓടി നടന്ന്, രാപകലില്ലാതെ ഓടി നടന്ന് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളോടൊക്കെ പറയും, ഓടി വരണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങളും ചെയ്യും. എങ്കിലും അതിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വലിയ അനുഗ്രഹമായി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇടയ്ക്ക് അദ്ദേഹത്തിന് സുഖമില്ലാതെ വന്ന ഒരു സാഹചര്യമൊക്കെ നമുക്കറിയാം. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ടും അദ്ദേഹം അതിൽ നിന്ന്, ആ അപകടസന്ധിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ആണെങ്കിലും നല്ല നിലയിലായി. അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. മക്കളും കൊച്ചുമക്കളെയൊക്കെ കാണുവാൻ
ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഈ വലിയ അനുഗ്രഹത്തെയും ഈ ടീച്ചറാണെങ്കിലും ടീച്ചറിനെയും എനിക്ക് നേരത്തെ മുതൽ അറിയാം. ടീച്ചർ വളരെ ശാന്ത സ്വഭാവത്തോടു കൂടി നിൽക്കുന്ന ആളാണെങ്കിലും വളരെയധികം കഴിവുകളും ഒക്കെ ഉള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമ കൂടിയാണ് ടീച്ചർ. ടീച്ചർ ഇപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ ചില സ്ഥാനമാനങ്ങളൊക്കെ ടീച്ചറിനെ തേടിയും എത്തി. സഹകരണ സംഘത്തിലൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. ഇപ്പോൾ പെൻഷൻ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ അദ്ദേഹവും ചിലപ്പോഴൊക്കെ ട്രഷറിയിലും ഒക്കെ സമരത്തിനും അതുപോലെ പരിപാടികൾക്കൊക്കെ വരാറുണ്ട്. പിന്നെ അദ്ദേഹം അതുപോലെ ആത്മീയ രംഗത്തും അദ്ദേഹം ഒരു നിറസാന്നിധ്യമാണ്. ഞങ്ങളൊക്കെ വ്യത്യസ്ത സഭാംഗങ്ങളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും ഇതൊക്കെ ഞങ്ങൾ പലപ്പോഴും നേരിട്ട് അറിയുവാനും അനുഭവിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വലിയൊരു സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് അദ്ദേഹം ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ വരികയും ഞങ്ങളോടൊപ്പം ആയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇവിടെ ആരും പറഞ്ഞതുപോലെ 100 വർഷം ഒന്നും വിവാഹ വാർഷികമൊന്നും ഞാൻ ആശംസിക്കുന്നില്ലെങ്കിലും എത്ര കാലം ജീവിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിന് നമുക്ക് ആ ഒരു ഭാഗ്യം, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ദൈവം തമ്പുരാൻ കൂടുതൽ ആയുസ്സും ആരോഗ്യം നൽകി അസുഖങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടു കൂടി ഇനിയും ദൈവമാണ് ആയുസ്സിന് അതിരിടുന്നത്. എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാം. എപ്പോൾ വിളിച്ചാലും സന്തോഷത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാൻ നമ്മൾ തയ്യാറായിരിക്കേണ്ടവരാണ്. അപ്പോൾ കൂടുതൽ കാലം ജീവിക്കുവാനും മക്കളെയും കൊച്ചുമക്കളോടൊപ്പം അവരോടൊപ്പം ആയിരിക്കുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മക്കൾ എല്ലാവരും ദൂരെ നിന്ന് ഓടി പപ്പയുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് വന്നു. അവിടെയൊക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആ സാഹചര്യത്തിൽ നിന്ന് അവർക്കിവിടെ ഓടിയെത്തുവാനായിട്ട് സാധിച്ചു. അതും വലിയ അനുഗ്രഹമാണ്. എല്ലാവരും ഇവിടെ സന്തോഷത്തോടു കൂടി ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെ അതുപോലെ ബിഷപ്പിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുവാനും എല്ലാവരെയും കാണുവാനും കൂട്ടായ്മ ആചരിക്കുവാനും ദൈവം ഇട നൽകിയതിനെ ഓർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ഈ ദമ്പതികൾക്ക് കൂടുതൽ ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും ഇതിലെത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടുമുള്ള സ്നേഹ ബഹുമാന ആദരവുകൾ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരോടും പ്രത്യേകമായി ആദരവുകളും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ഒരു ആശംസയ്ക്ക് വേണ്ടി തയ്യാറെടുത്തൊന്നുമല്ല ഞാൻ വന്നത്. എങ്കിലും ഔദ്യോഗിക ജീവിതത്തിൽ കുറേയേറെ സഹപ്രവർത്തകരെ കിട്ടിയിട്ടുണ്ട്. അവരിൽ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ജോർജ് സാറിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു വീടാണെങ്കിൽ ആ വീടിൻ്റെ ഒരു നാഥൻ, ഒരു സ്ഥാപനമാണെങ്കിൽ അതിനൊരു എച്ചമുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു നേതൃസ്ഥാനം, ഇനി അതല്ല ഒരു സംഘടനയാണെങ്കിൽ അതിൻ്റെ തലപ്പത്തൊന്നും അല്ലെങ്കിലും ആ ഒരു സ്ഥാനം വഹിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയും ഒരു സംഘാടന ശേഷിയും എല്ലാമുള്ള വളരെ വ്യക്തിപ്രഭാവമുള്ള ഇദ്ദേഹത്തെ ദൈവം ഇത്രയും കാലം കാത്തു പരിപാലിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല. സാറൊരു നല്ല സൗഹൃദത്തിനുടമയാണ്, നല്ലൊരു അധ്യാപകനായിരുന്നു, മാതൃകയായിരുന്നു, ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റായിരുന്നു. 6 വർഷക്കാലം സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. എന്തായാലും തുടർന്നും സാറിനും ടീച്ചർക്കും കുടുംബത്തിനും ആയുസ്സും ആരോഗ്യവുമെല്ലാം ദൈവം നൽകി മറുപടിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ, നിൻ അനുഗ്രഹങ്ങൾ തേടി വരുന്നു. കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ, നിൻ അനുഗ്രഹങ്ങൾ തേടി വരുന്നു.
അനുഗ്രഹങ്ങൾ തേടി വരും. ക്ഷമിച്ചും സഹിച്ചും ഒരുമയോടെ വിശ്വസ്തരായിടുവാൻ. ക്ഷമിച്ചും സഹിച്ചും ഒരുമയോടെ വിശ്വസ്തരായിടുവാൻ. സ്നേഹമോടുള്ള നിറഞ്ഞെന്നും ആശയോടെ ദാനങ്ങൾ പങ്കിടുവാൻ. സ്നേഹമോടുള്ള നിറഞ്ഞെന്നും ആശയോടെ ദാനങ്ങൾ പങ്കിടുവാൻ. ആത്മനൽവരദായക നിന്റെ ഭാവം നൽകണേ. വചനമനുസരിച്ചൂഴി നിലനിൽപ്പാൻ കൃപയേകണേ. കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ നിൻ അനുഗ്രഹങ്ങൾ തേടി വരും. സകലതും അറിയുന്നു ദൈവം അഭയം നൽകണമേ. സകലതും അറിയുന്നു ദൈവം അഭയം നൽകണമേ. ത്യാഗമോടുള്ള നിറഞ്ഞെന്നും നിന്റെ വഴി നടന്നിടുവാൻ. ത്യാഗമോടുള്ള നിറഞ്ഞെന്നും നിന്റെ വഴി നടന്നിടുവാൻ. ആത്മനൽവരദായക നിന്റെ ഭാവം നൽകണേ. വചനമനുസരിച്ചൂഴി നിലനിൽപ്പാൻ കൃപയേകണേ. കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ നിൻ അനുഗ്രഹങ്ങൾ തേടി വരുന്നു. കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ നിൻ അനുഗ്രഹങ്ങൾ തേടി വരുന്നു. എം ജോർജ് സാറ്, അന്നമ്മ ടീച്ചർ എന്നാണ് ഇവിടെ ഒഫീഷ്യലി പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ സിസ്റ്ററാണ് മോളി ചേച്ചി. ഞങ്ങളുടെ മാതാപിതാക്കൾ 5 പേരാണ്. 5 പേരിലെ ഏറ്റവും മൂത്ത അമ്മായിയുടെ മൂത്ത മകളാണ് മോളി ചേച്ചി. ഏറ്റവും ഇളയ ആളുടെ ഹസ്ബൻഡാണ് ജോഷി അച്ഛൻ. ഞങ്ങളുടെ ഇളയ അമ്മായി ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഏറെ സന്തോഷകരമാണ് ഈ അനുഭവം. ഇതിൽ ഈ 50-ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തങ്ങളുടെ വിവാഹ ജീവിതം അരനൂറ്റാണ്ട് കാലം അവർ പിന്നിട്ടിരിക്കുകയാണ്. അത് ഓർക്കുമ്പോൾ എനിക്കൊക്കെ വളരെ ഓർമ്മയുണ്ട്. 1976 മെയ് മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹം. അന്ന് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് പരീക്ഷ എഴുതി അതിലൊരു വിഷയത്തിൽ പരാജയപ്പെട്ടു. ആ വിഷയം എഴുതി ജയിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർഷത്തിലാണ്
ഇവർ വിവാഹിതരാകുന്നത്. ആ അന്നത്തെ വിവാഹ കാര്യങ്ങളെല്ലാം വളരെ ശ്രേഷ്ഠമാണ്. കാരണം എൻ്റെ ഗ്രാൻഡ് മദർ ഉള്ള സമയത്താണ് ഞങ്ങളെ എല്ലാം ഒരാഴ്ചക്കാലം അവിടെ കുന്നക്കുരുടിയിൽ കൊണ്ടുപോയി പാർപ്പിച്ച് ആ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് അതിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കുകയായിരുന്നു. ഇവിടെ രാജാക്കാട് വന്ന പ്രിയപ്പെട്ടവർ ഷാൾ അണിയിപ്പിച്ച് ഞാനും രാജുവും പറയുമായിരുന്നു, അന്ന് തേങ്ങ ചിരണ്ടിയ കാര്യവും വലിയൊരു പനയുടെ മുകളിൽ കയറി പനങ്കൈ വെട്ടി വീഴ്ത്തി അത് കൊണ്ടുവന്ന് മെടഞ്ഞ് അതിന് കമാനം ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആ ഓർമ്മകളൊക്കെ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഇവരുടെ വിവാഹ ജീവിതം ഇത്രയും അനുഗ്രഹകരമായി ദൈവം നടത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പെങ്ങള് മലയാളം വിദ്വാനം പഠിച്ച് ജോലി ലഭിച്ച് ഏറെ താമസിയാതെ വിവാഹിതയായി. അളിയനും അതുപോലെ തന്നെ മലയാളം വിദ്വാനായിരുന്നു, പഠിച്ച് വിവാഹിതരായി. അവരുടെ ഏറെ വർഷക്കാലം അവർ വടക്കായിരുന്നു, മലപ്പുറം ജില്ലയിലായിരുന്നു. അതിനുശേഷം തിരിച്ചു വന്ന് അനുഗ്രഹീതമായ ജീവിതം ഇവിടെ നയിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അളിയനെ സംബന്ധിച്ച് പറഞ്ഞാൽ, എന്നോട് സംസാരിച്ചപ്പോൾ ഒരു സാറ് എന്നോട് പറഞ്ഞു, ഒരു വീട്ടിലെ ഏറ്റവും വലിയ അതിഥി എന്ന് പറയുന്നത് ആ വീട്ടിലെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്ന ആളാണ്. ഞങ്ങൾ അതേ രീതിയിലാണ് അളിയനെ അന്നും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളും റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു അതിഥി അളിയൻ വീട്ടിൽ വന്നാലും ഞങ്ങളുടെ ഏറ്റവും നല്ല വലിയ അതിഥിയായിട്ടാണ് കാണുന്നത്. അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞു തന്നിരിക്കുന്നത് അത് തന്നെയാണ്. എൻ്റെ അമ്മ 2020 ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അമ്മ എന്നെ ഉപദേശിക്കുന്ന സമയത്ത് പറയാനുള്ളൊരു വാക്ക് ഞാനിപ്പോഴും ഓർക്കുകയാണ്. നീ ആ ജോർജിനെ ഒന്ന് കണ്ടു നോക്കി, അവൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം, അവൻ്റെ താഴെയുള്ള പിള്ളേരുടെ കാര്യങ്ങളെല്ലാം എത്ര ഭംഗിയായിട്ടാണ് നിർവഹിച്ച് കൊടുക്കുന്നത് എന്ന്. അപ്പോൾ അതിലൊക്കെ അളിയൻ്റെ പ്രാപ്തിയും അളിയൻ്റേതായ നടപടികളൊക്കെ ശ്ലാഘനീയമാണ്. അതുപോലെ തന്നെ അളിയനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഏറെ പേര് പറഞ്ഞു, അളിയൻ കൈവയ്ക്കാത്ത ഒരു മേഖലയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. പിന്നെ അതോടുകൂടി ചേർത്ത് ഞാൻ പറയുകയാണ്, ഒന്നും കൈ പിടിച്ചിട്ടുമില്ല, എല്ലാം വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ അളിയൻ്റെ കയ്യിൽ ഒന്നുമില്ല. എല്ലാം ബാറ്റൻ കൈമാറി വിടുന്ന ഒരു സ്വഭാവമാണ് അളിയനുള്ളത്. നല്ലൊരു അധ്യാപകനായിട്ട് മലപ്പുറം ജില്ലയിലും എറണാകുളം ജില്ലയിലും പ്രവർത്തിച്ചു. പെങ്ങളും അതുപോലെ തന്നെ ആയിരുന്നു. പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അധ്യാപക സംഘടനാ രംഗത്തും ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചു. അതിനുശേഷം ഇവിടെ വന്നിട്ടാണെങ്കിലും അളിയന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഭൗതിക രംഗത്ത് വളരെയേറെ കാര്യങ്ങൾ പെൻഷൻ പറ്റിയതിന് ശേഷം പെൻഷൻ അസോസിയേഷനിൽ, അതുപോലെ രാഷ്ട്രീയ രംഗത്ത്, സഹകരണ രംഗത്ത് ഇങ്ങനെ അളിയൻ കൈവയ്ക്കാത്ത ഇല്ല. ആത്മീയ രംഗത്താണെങ്കിൽ യൂത്ത് യൂണിൻ്റെ കാര്യത്തിൽ, ഇടവകയുടെ കാര്യത്തിൽ, സെൻറ്ററിൻ്റെ കാര്യത്തിൽ, സഭയുടെ പ്രതിസഭാംഗമായിട്ട്, ഒരു ടേം സഭയുടെ കൗൺസിൽ അംഗമായിട്ട് എല്ലാം അളിയൻ അങ്ങനെ എല്ലാ രംഗങ്ങളിലും താൻ അറിഞ്ഞ ഒരു വ്യക്തിയാണ് അളിയന്. ഇവർക്ക് ലഭിച്ചതായ ഈ നല്ല ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനിയും അവർക്ക് കുഞ്ഞുങ്ങളോടൊത്ത് അവർക്കിങ്ങനെ ഒരു അവസരം ഉണ്ടായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് പറയുവാനായിട്ടുള്ളത് ഒരു കാര്യം മാത്രമാണ്. അത് സങ്കീർത്തനങ്ങളിൽ 21-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആ ഒരു ആശംസയാണ് എനിക്ക് പറയുവാനുള്ളത്. ഇനിയുള്ള ദീർഘകാലം നിങ്ങൾ കരുണയും നിങ്ങളോടുകൂടി വസിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. അങ്ങനെ അവർ ദൈവം വസിക്കുമ്പോൾ അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതായ ഒരു വസ്തുത എന്താണെന്നറിയാം. ദൈവത്തോട് ചേർന്നിരിക്കുക, അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് മുന്നോട്ട് പോകുക. അതിനുതകുന്നതായ ഒരു ഉപഹാരം ഞങ്ങളെ തൃക്കുളത്തൂർ മേച്ചേരിൽ കുടുംബത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.